കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഉൽപ്പത്തിയുടെ പുസ്തകം 26-ാമത്തെ അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: അവൻ അവിടെ ഏറെ കാലം പാർത്ത ശേഷം ഫെലിസ്ത്യരുടെ രാജാവായ അബിമേലെക്ക് കിളിവാതിൽ കൂടി നോക്കി ഇസഹാക്ക് തൻ്റെ ഭാര്യ റെബെക്കയോട് കൂടെ വിനോദിക്കുന്നത് കണ്ടു എന്ന് പറയുന്നു. പ്രിയ ദൈവമക്കളെ, ഇവിടെ ഒരു പുരുഷൻ രാജാവ് നോക്കിയപ്പോൾ ഇസഹാക്കും സാറയും കൂടെ വിനോദിക്കുന്നത്, സന്തോഷിച്ച് കളിച്ചു കൊണ്ടിരിക്കുന്നത് കണ്ടു എന്നാണ് കാണപ്പെടുന്നത്. പക്ഷേ ഇന്നാണെങ്കിൽ ഭാര്യയും ഭർത്താവും കൂടുന്ന സ്ഥലങ്ങളിൽ എപ്പോഴും വഴക്കുകളാണ് നാം അധികം കാണാറുള്ളത്. കാര്യമെന്നു പറഞ്ഞാൽ സൗന്ദര്യമില്ലെന്നും ഡവറി കുറഞ്ഞു പോയെന്നും ജോലിയില്ലെന്നും സമ്പാദ്യം കുറവാണെന്നും മാറി മാറി കുത്തുന്ന കുത്തുവാക്കുകൾ കേട്ട് ആകെ വിഷമം കൊണ്ട് കഴിയുന്ന ഒരു കുടുംബങ്ങളെയാണ് നാം കാണുന്നത്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാമത്തെ അധ്യായം അതിൻ്റെ 24-ാമത്തെയും 25-ാമത്തെയും വാക്യം വായിക്കുമ്പോൾ അവിടെ പൗലോസ് ഇങ്ങനെ എഴുതുകയാണ്: എന്നാൽ സഭ ക്രിസ്തുവിന് കീഴടങ്ങിയിരിക്കുന്നത് പോലെ ഭാര്യമാരും ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴടങ്ങിയിരിക്കണം. ഭർത്താക്കന്മാരെ ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളും ഭാര്യമാരെ സ്നേഹിപ്പിൻ എന്ന്. പ്രിയ ദൈവമക്കളെ, ഈ വചനപ്രകാരം നാം നോക്കുമ്പോൾ ഏതൊരു കുടുംബത്തിലാണ് സ്നേഹവും ഒരു താഴ്മയും ഒരു അനുസരണവും ഉണ്ടോ അവിടെയാണെങ്കിൽ അധികമായിട്ടുള്ള സണ്ടകളോ പിണക്കങ്ങളോ വരുന്നില്ല. ആയതുകൊണ്ട് പ്രിയ ദൈവമക്കൾ, നമ്മുടെ ജീവിതത്തിൽ എന്ത് തന്നെ കുറവുകൾ കുറ്റങ്ങൾ ഉണ്ടായിരുന്നാലും നാം പരസ്പരം ക്ഷമിക്കുവാനും സ്നേഹിക്കുവാനും അത് മറന്നു കളയാനും വിട്ടുകളയുവാനും നാം ഓരോരുത്തരും ശ്രമിക്കണം. അപ്പോൾ തന്നെ ആ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിലനിന്ന് കർത്താവിൻ്റെ ഒരു യഥാർത്ഥ ഒരു ആഗ്രഹിക്കുന്നൊരു കുടുംബ ജീവിതം ചെയ്യുവാൻ സാധിക്കും. അങ്ങനെ ഓരോരുത്തർക്കും ദൈവം കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന സ്വർഗസ്ഥ പിതാവേ, ദൈവം ഈ വചനം കേട്ടുകൊണ്ടിരുന്ന കുടുംബത്തിൽ ഓരോരുത്തരും കർത്താവെ തങ്ങളെ കർത്താവെ കാലിൽ വിട്ടുകൊടുക്കുവാനും സ്നേഹിക്കുവാനും കർത്താവ് ക്ഷമിപ്പാനുമുള്ള കൃപ ഓരോരുത്തർക്കും നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ആയുസിൻ്റെ കർത്താവെ അവസാന നിമിഷം വരെയും കർത്താവിൽ എന്നതുപോലെ സഭയെ സ്നേഹിച്ചതുപോലെ കുടുംബങ്ങളെ സ്നേഹിച്ച് ജീവിപ്പാൻ ഓരോരുത്തർക്കും കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനാ കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.